വിശുദ്ധ ലൂക്കാ അറിയിച്ച ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഈ ഉപമ പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിൽ ഒരുവൻ നട്ടുപിടിപ്പിച്ച ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ മുന്തിരിത്തോട്ടക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിനെ നിലം പാഴാക്കണം. മുന്തിരിത്തോട്ടക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. വളരെ പ്രതീകാത്മകമായ ഒരു സുവിശേഷ ഭാഗമാണ് അത്തിവൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഈ അത്തിവൃക്ഷം എന്നത് ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. നമുക്ക് അത്ര സുപരിചിതമല്ല അത്തിവൃക്ഷം കൃഷി ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും ബൈബിളിൽ അത്തിവൃക്ഷം, മുന്തിരിത്തോട്ടം, ആട് വളർത്തൽ ഇതെല്ലാം ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധവുമായി താരതമ്യപ്പെടുത്തി പറയാറുണ്ട്. ഇവിടെ അത്തിവൃക്ഷം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 3-ാമത്തെ വർഷമാകുമ്പോൾ ഫലം പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. പക്ഷെ ആ ഫലം അത് ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. 4-ാമത്തെ വർഷത്തെ ഫലമാണ് നല്ല ഫലമായിട്ട് വരിക. എന്നാൽ 4-ാമത്തെ വർഷത്തെ ഫലമൊന്നും ഉടമസ്ഥന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ദൈവത്തിന് കൊടുക്കുവാനുള്ളതാണ്, ദേവാലയത്തിൽ സമർപ്പിക്കണം. 5-ാമത്തെ വർഷം മുതൽ ഉടമസ്ഥന് ഉപയോഗിക്കാൻ തുടങ്ങാം. ഇവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം നട്ടു വളർത്തി അവര് ഈ 3 കൊല്ലങ്ങളായിട്ട് ഒരു ഫലവും പുറപ്പെടുവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ലക്ഷണമില്ല, തഴച്ചു വളരുന്നുണ്ട്. അത്തിവൃക്ഷത്തിന് വേറെ ഒരു അർത്ഥമുണ്ട്. അതായത് അത്തിവൃക്ഷത്തിന്റെ തണലിൽ ഇരുന്നാണ് പഴയ കാലത്ത് ആളുകൾ വേദപഠനം നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ബർത്തലോമിയോ ആ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നു. കാരണം വീടിനകത്ത് ഇന്നത്തെ പോലെ എയർ കണ്ടീഷനിങ്ങോ ഫാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ചൂടാകുമ്പോൾ ഈ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ തണലുണ്ട്, നല്ല ഇളം കാറ്റടിച്ച് ധ്യാനിക്കാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു സ്ഥലമായി കണക്കാക്കിയിരുന്നു. ഞാൻ ഈ അത്തിവൃക്ഷത്തിന് ഫലം കൊടുക്കുന്നത് വരുമ്പോൾ കൃഷിക്കാരൻ പറയുകയാണ് യജമാനനോട്, അത് വെട്ടിക്കളയാൻ പറയട്ടെ, 1 വർഷം കൂടി എനിക്ക് അവസരം താ, ഞാനത് ഒന്നുകൂടി കളച്ച് ഇവനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയെടുക്കാൻ നോക്കാം. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഈശോ 3 കൊല്ലമായി ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ പരസ്യമായിട്ട് പഠിപ്പിക്കുകയും രോഗസൗഖ്യം നൽകുകയും ദൈവരാജ്യത്തിലേക്ക് പ്രസംഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഫലം പുറപ്പെടുവിക്കേണ്ട അത്തിവൃക്ഷമാകുന്ന ഇസ്രായേൽ ജനത്തിലെ പല ആളുകളും അത് നിരസിക്കുകയാണ്, ഫലം പുറപ്പെടുവിക്കുന്നില്ല. 4-ാമത്തെ വർഷമായി കഴിഞ്ഞു, ദൈവത്തിന് ഫലം കൊടുക്കേണ്ട സമയമായി, പക്ഷെ അവർ ഫലം പുറപ്പെടുവിക്കുന്നില്ല. എന്നാൽ വിജാതികൾ, സമരിയാക്കാര്, പരസ്യവാദികളൊക്കെ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈശോ പല സ്ഥലങ്ങളെയും കഫർനാം ഉൾപ്പെടെ ശപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് നിങ്ങളോട് നടത്തിയ ഈ വചന പ്രഘോഷണവും അത്ഭുതങ്ങളും ഒക്കെ ഞാൻ സ്വതന്ത്രവും ഗൊമോറയിലും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ പണ്ടേ അവർ പശ്ചാത്തപിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈശോ പറയുകയാണ്, 1 വർഷം കൂടി ഇവർക്ക് അവസരം കൊടുക്കാം. അതിനുശേഷം കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 40 സംവത്സരം കഴിഞ്ഞപ്പോൾ അവരെ നശിപ്പിച്ചു. അവരുടെ ദേവാലയം നശിപ്പിച്ചു, നഗരം നശിപ്പിച്ചു, അനവധി ആളുകൾ മരിച്ചുപോയി, അനവധി ആളുകളെ റോമിലേക്കൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ അടിമകളായിട്ട് കൊണ്ടുപോയി അങ്ങനെ ചിതറിച്ചു കഴിയുന്ന അവസ്ഥയുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് തരുന്ന സന്ദേശവും ഇതാണ്. ഇത് നിങ്ങളെ അത്തിവൃക്ഷം സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെ ഇപ്പോൾ വളം നൽകി സഭയിലൂടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ കർത്താവിന്റെ 2ാമത്തെ ഒരു ആഗമനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മരണത്തിലൂടെ ഒരു തനത് വിധിയുണ്ട്. അപ്പോൾ ഇതെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അതാണ് സ്നാപക യോഹന്നാൻ ഈശോയുടെ വരവിന് മുന്നോടിയായിട്ട് പഠിപ്പിച്ചത്. ഫലം തരാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്രകാരം ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്, നമ്മൾ എത്രമാത്രം ദൈവം നമുക്ക് തരുന്ന വളമാണ് ഈ വചന ശുശ്രൂഷ, കുമ്പസാരിക്കുവാനുള്ള അവസരം, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ളതായ അവസരം, മറ്റു കൂദാശകൾ, ഇവയിലൂടെ എല്ലാം നമ്മൾ മാമോദീസ മുതൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടി ചെയ്യുന്നു. അതുപോലെ തന്നെ വിവാഹം എന്ന കൂദാശയിലൂടെ ദമ്പതികൾ തങ്ങളുടെ ഉടമ്പടി ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം ഫലമായിട്ട് അത് ഫലമാണോ പുറപ്പെടുവിക്കുക, അത് ഉണങ്ങി വരണ്ടാണോ ഇരിക്കുക
എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഈ കൃഷിക്കാരനോട് ഉടമസ്ഥൻ കൃഷിക്കാരനോട് പറയുന്നത് എന്തിന് നെല്ല് പാഴാക്കണം. കാരണം അതിന് അവസരങ്ങളെല്ലാം കൊടുത്തു, പക്ഷേ അവ ഫലം പുറപ്പെടുവിക്കുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ഇടവകയില്, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ജോലി സ്ഥലത്തും ഒക്കെ എപ്രകാരം നമ്മൾ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനുള്ള അവസരം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കണം. ദൈവം നമുക്ക് തരുന്നതായ സമയം, നമുക്ക് ആയുസ് നേടി തരുന്നത് നമ്മളുടെ നന്മ കൊണ്ടല്ല. ചിലരുടെ ആയുസ് കുറച്ചു കളയുന്നത് അവരുടെ പാപത്തിൽ നിന്നുമല്ല, മറിച്ച് അവരുടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ഈ സമയത്തിനകം പരമാവധി നന്മ ചെയ്യുവാനുള്ളതാണ്. നമുക്ക് ദൈവം നൽകുന്ന പല തരത്തിലുള്ള കഴിവുകളുണ്ട്, കഴിവ് കുറവുകളുണ്ട്. നമ്മുടെ കഴിവിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് 5 കിട്ടിയവൻ 5 കോടി സമ്പാദിക്കണം, 2 കിട്ടിയവൻ 2 കോടി സമ്പാദിക്കണം, 1 കിട്ടിയവൻ ചെയ്തതുപോലെ ഒളിപ്പിച്ചു വെക്കുവാനുള്ളതല്ല. നമുക്ക് ദൈവം നൽകുന്നതായ സമ്പത്ത് അത് നമുക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കുവാനുള്ളതല്ല. ധനികന്റെയും ലാസറിന്റെയും കഥയിൽ പറയുന്നത് പോലെ അവൻ പങ്കുവെക്കാത്തവനായിരുന്നു. നേരെ മറിച്ച് ലാസറിനെ പോലെയുള്ള ആളുകളെ പരിഗണിക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രീതികരമാകും. നമ്മൾ അളക്കുന്ന അളവ് കൊണ്ട് നമ്മൾ വളർന്നു കിട്ടും. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ദൈവവും നമുക്ക് നൽകും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുവാനും നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുവാനും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനുമുള്ള അവസരമാണ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ പെൻസിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഒരു കണ്ടുപിടുത്തം കൂടി നടത്തി ആ പെൻസിലിന്റെ അഗ്രത്തിൽ ഒരു ചെറിയ റബ്ബർ കഷ്ണം കൂടെ പിടിപ്പിച്ചു. അതിന്റെ കാരണം പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ സാധാരണ എറർ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം? ആ മറുവശത്തെ റബ്ബർ ഉപയോഗിച്ച് അത് തൂത്ത് തുടച്ചിട്ട് വീണ്ടും ശരിയായ രീതിയിൽ എഴുതണം. കീബോർഡ് വാങ്ങിക്കുമ്പോൾ, ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, ബാക്ക് സ്പേസ് കീ വലുപ്പം കൂടിയതാണ് സാധാരണ രീതിയിൽ, ചിലത് വലുപ്പം കുറഞ്ഞതായിരിക്കും. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് സാധാരണ ഉപയോഗിക്കുന്നത് ഈ ബാക്ക് സ്പേസ് കീ ആണ്. കാരണം നമ്മൾ അറിയുമ്പോൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരും. അപ്പൊ അതുകൊണ്ട് അത് ബാക്കിലേക്ക് അടിച്ച് മായ്ച്ചു കളഞ്ഞിട്ട് പുതുതായിട്ട് അഡീഷണൽ ആയിട്ട് ടൈപ്പ് ചെയ്യുവാനായിട്ടുള്ള സംവിധാനമാണ്. അതുകൊണ്ടാണ് സ്പേസ് കീ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കീ ഈ ബാക്ക് സ്പേസ് കീ ആണ് കീബോർഡിൽ. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യരാണ്, ബലഹീനതകളുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. ഒരല്പം തെറ്റ് വന്നു എന്നതുകൊണ്ട് നമ്മൾ നിരാശപ്പെടുകയല്ല, മറിച്ച് നമ്മൾ ഈ ബാക്ക് സ്പേസ് കീയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ റിട്രീറ്റ് എന്ന് പറഞ്ഞതാണ്, നമ്മൾ പുറകോട്ട് പോകണം. എന്നിട്ട് നമ്മൾ ആ തെറ്റുകൾ തിരുത്തുവാനും അത് കൂടുതൽ പ്രതീക്ഷയോടുകൂടി ദൈവകൃപ നേടിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള അവസരമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ അവസരങ്ങൾ ഈ വർഷാവസാനത്തിൽ. അതുകൊണ്ട് ഈ വർഷത്തിൽ നമ്മൾ ചെയ്തു പോയ ആ കുറവുകൾ എന്താണെന്ന് കണ്ടെത്തി തിരുത്തുവാനും കൂടുതൽ ദൈവികമായി വളരുവാനും മറ്റുള്ളവരുമായിട്ട് സ്നേഹത്തിലായിരിക്കുവാനും എന്തെങ്കിലുമൊക്കെ അനുരഞ്ജനപ്പെടാനുണ്ടെങ്കിൽ അനുരഞ്ജനപ്പെടാനും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കാൻ. അതുപോലെ തന്നെ സക്കേവൂസ് പറഞ്ഞതുപോലെ കർത്താവിന്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു, എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് 4 ഞാൻ തിരികെ കൊടുക്കുന്നു എന്ന് പറയുന്ന ആ മനോഭാവത്തോടുകൂടി വരുമ്പോഴാണ് കർത്താവ് പറയുക, ഇന്ന് ഈ വ്യക്തി മാത്രമല്ല, ഈ ഭവനം, ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കത്തക്ക വിധത്തിൽ നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനുള്ള ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇന്ന് ഇന്ന് നാളെയുമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യാഴ്ച എടുക്കുന്നത് നമ്മുടെ സ്പോൺസർ ചെയ്യുന്ന, അതായത് നമ്മുടെ ഒരു ഉപതിയിൽ പ്രദേശിൽ നമ്മുടെ മാതാവ് ഗ്രാമത്തിൽ നമ്മളൊരു ദേവാലയം കൂടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള ധനസമാഹരണത്തിന് വേണ്ടിയായിരിക്കും അത് ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും ദൈവത്തോടുള്ള നന്ദി സ്നേഹമായിട്ടും ഉദാഹരണമായിട്ട് ഇന്ന് നാളെയോ സ്തോത്ര കാഴ്ചയിൽ നമ്മൾ സഹകരിക്കുക.